2026 വിഷു വർഷഫലം അശ്വതി നക്ഷത്രം. 2026 വിഷു വർഷം എങ്ങനെയാണ് വിഷുഫലം അനുസരിച്ച് അശ്വതി നക്ഷത്രക്കാർക്ക് എന്ന് നോക്കാം. ശനി ഇവർക്ക് 12-ലാണ്, അതായത് 7.5 ശനിയുടെ കാലഘട്ടമാണ്. ശനി 12-ലും വ്യാഴം ഇവർക്ക് ഇപ്പോൾ ദോഷപ്രദമായിട്ടിരിക്കുന്ന കാലമാണ്. 2026 ജൂണോടുകൂടി വ്യാഴത്തിന് മാറ്റങ്ങൾ വരുന്നുണ്ട്. എന്നാലും ശനി 7.5 ശനിയാണെങ്കിലും ഇവർക്ക് വിവാഹം, തൊഴിൽ, വിദേശയാത്ര ഇങ്ങനെ പല കാര്യങ്ങളും അത്യാവശ്യം നടക്കുന്നതാണ്. അതിനു വേണ്ട ഏതെങ്കിലും പരിഹാരങ്ങളോ എന്തെങ്കിലും കർമ്മങ്ങളോ ഒക്കെ ചെയ്ത് നല്ല കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ നേട്ടങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. ഏതാണ്ട് ജൂൺ വരെ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ഗോചരവും ശനിയുടെ ഇപ്പോഴത്തെ ഗോചരവും ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ഒരു ടേണിംഗ് പോയിന്റ് നിങ്ങളുടെ ലൈഫിൽ, കരിയറിൽ ഈ 2026 വിഷുഫലം അനുസരിച്ച് ടേണിംഗ് പോയിന്റ് ഉണ്ടാകുന്നതാണ്. വലിയൊരു മാറ്റം തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. 2026 വ്യാഴത്തിൻ്റെ ഗോചരം എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിത രീതി, ജീവിത നിലവാരം തന്നെ ഉയർത്തുന്ന രീതിയിൽ പല കാര്യങ്ങളും കൊണ്ടുവരാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. വർഷത്തിൻ്റെ പകുതിയിൽ, അതായത് വിഷുവർഷത്തിൻ്റെ പകുതിയിൽ കരിയറിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നല്ലൊരു ഗ്രോത്ത് ഉണ്ടാകുന്ന പല സംഭവങ്ങളും നടക്കാനായിട്ട് വരുന്നുണ്ട്. പ്രൊമോഷൻസ്, തൊഴിലിലുള്ള ആളുകൾക്ക് പ്രൊമോഷൻസും അതുപോലെ തന്നെ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള മാറ്റവും ഒക്കെ സംഭവിക്കുന്നുണ്ട്. പുതിയ അവസരങ്ങളൊക്കെ അനുഭവയോഗ്യമാകുന്നൊരു വർഷമാണ് ഈ 2026 വിഷു വർഷം അശ്വതി നക്ഷത്രത്തിന്. നിങ്ങളുടെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട്, അതായത് വരാൻ പോകുന്ന വർഷത്തെയും അതുപോലെ തന്നെ പിന്നീടുള്ള കാര്യങ്ങളൊക്കെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് പുതിയ പ്രോജക്റ്റുകളോ പുതിയ സംരംഭങ്ങളോ നൂതന സംരംഭങ്ങളോ ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ളൊരു യോഗമൊക്കെ വന്നു ചേരുന്നുണ്ട്. ഇതുവരെ എന്തെങ്കിലുമൊക്കെ തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് സാധിക്കാതെ ഇങ്ങനെ ബ്രേക്കപ്പ് ആയിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അത് മുന്നോട്ട് കൊണ്ടുപോകാനൊക്കെ ആയിട്ടുള്ള ഒരു യോഗം ഈ വിഷു വർഷത്തിൽ കാണുന്നുണ്ട് അശ്വതി നക്ഷത്രക്കാർക്ക്. പൊതുവെ ഫിനാൻഷ്യലി എല്ലാ സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളിൽ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകുന്ന ഒരു വർഷം തന്നെയാണ്. കാരണം ഇതുവരെ നിങ്ങൾ എന്തൊക്കെ വർക്ക് ചെയ്താൽ എന്തൊക്കെ ചെയ്താൽ അതിലൊന്നും ബിസിനസ്സിലൊന്നും വലിയ സാമ്പത്തിക വരുമാനമൊന്നുമില്ല, സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ ആണെങ്കിലും നല്ലൊരു സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു വർഷമാണ്. കുടുംബത്തിലെ ചെലവുകളൊക്കെ ധാരാളമായിട്ട് വർദ്ധിക്കുന്നു. യാത്രാ ചെലവുകൾ, സന്താനങ്ങളുടെ പഠനങ്ങൾ, അതുപോലെ മംഗളകാര്യങ്ങൾക്ക് വേണ്ടിയിട്ടൊക്കെ പണം ചെലവഴിച്ചിട്ട് ധാരാളം ചെലവുകൾ ഒരുപാട് വർദ്ധിക്കുന്ന കാലഘട്ടമാണ്. എങ്കിലും സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ജാഗ്രത പുലർത്തുന്നത് നന്നായിരിക്കും. ഇല്ലെങ്കിൽ വർഷാവസാനത്തോടു കൂടി ചിലപ്പോൾ നിങ്ങൾക്ക് വല്ലാത്തൊരു സാമ്പത്തിക ബാധ്യതയൊക്കെ വന്നുവിടാം. പണം വരുന്നതനുസരിച്ച് ധാരാളം ചെലവുകൾ കൂടും, അതനുസരിച്ചൊരു സാമ്പത്തിക വ്യയം വന്നു ചേരും. വർഷാവസാനം അതൊരു ബാധ്യതയായിട്ടൊക്കെ മാറാം. അതുകൊണ്ട് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ച് പോകുന്നത് നന്നായിരിക്കും ഈ ഒരു വിഷു വർഷത്തിൽ. അതുപോലെ തന്നെ നിലവിലുള്ള പങ്കാളിത്ത ബിസിനസ്, കൂട്ടുകച്ചവടം, പുതിയ കോൺട്രാക്റ്റുകൾ, ഇതൊക്കെ നിങ്ങൾക്ക് ഒരു വിജയത്തിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് കഴിയും. കാര്യം 7.5 ശനിയൊക്കെ ആണെങ്കിൽ പോലും വിഷുവിൻ്റെ ഒരു ഗുണം കൊണ്ട് നിങ്ങൾക്ക് കുറേയേറെ നേട്ടങ്ങളൊക്കെ ഈ ഒരു വർഷത്തിൽ നേടിയെടുക്കാനൊക്കെ ആയിട്ട് കഴിയും. എങ്കിലും ഈശ്വരാരാധനയും അതുപോലെ തന്നെ ശനീശ്വര പ്രാർത്ഥനകളും മഹാദേവന് കൂവളമാലയോ നെയ്വിളക്കോ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ക്ഷേത്ര ദർശനം അതുപോലെ വൃത ഉപാസനകളും ഒക്കെ ചെയ്യുന്നത് മൂലം കുറേയേറെ പ്രശ്നങ്ങൾക്ക്, ഒരു 15% ഒക്കെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കുന്ന ഒരു വർഷമാണ് ഈ ഒരു 2026 വിഷു എന്ന് പറയുന്നത്. കുടുംബാംഗങ്ങളുമായിട്ടുണ്ടായിരുന്ന പ്രശ്നങ്ങൾ, ചില വഴക്കുകൾ, കാര്യങ്ങൾ, അല്ലെങ്കിൽ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ചില അകൽച്ചകളൊക്കെ ഉണ്ടായിരുന്നവർക്ക് പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുന്നതാണ്. കുടുംബ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിന് ധാരാളം സന്തോഷവും സമാധാനവും ഒക്കെ കൈവരിക്കാൻ കഴിയുന്നതാണ്. പുതിയ വീടോ വാഹനമോ വസ്തുവോ ഒക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മുന്നോടിയായിട്ട്, ഇപ്പോൾ വീടൊക്കെ വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള മുന്നോടിയായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനൊക്കെ ആയിട്ട് ബാങ്ക് ലോണുകളൊക്കെ ആശ്രയിക്കാനോ അതിനുള്ള പേപ്പറുകളൊക്കെ നീക്കാനൊക്കെ ആയിട്ട് സാധിക്കുന്നതാണ്. നിങ്ങളുടെ കഠിനാധ്വാനം കൊണ്ടും പരിശ്രമം കൊണ്ടും ഒക്കെ നിങ്ങളുടെ ആഗ്രഹിച്ച കാര്യങ്ങളൊക്കെ ഒരു പദ്ധതിയൊക്കെ പൂർത്തീകരിക്കാനായിട്ട് കഴിയുന്ന ഒരു വർഷമാണ് ഈ 2026 എന്ന് പറയുന്നത്. ആരോഗ്യ കാര്യങ്ങളിൽ നല്ല ഒരു ശ്രദ്ധ പതിപ്പിക്കുന്നത് നന്നായിരിക്കും. വലിയ സർജറി പോലെയുള്ള ഏതെങ്കിലും അസുഖങ്ങൾക്ക് നേരത്തെ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സർജറിയൊക്കെ ഈ വർഷം തന്നെ നടത്തുന്നത് നന്നായിരിക്കും. ആശുപത്രി വാസമൊക്കെ വന്നു ചേരുന്ന ഒരു വർഷമാണ്. എങ്കിലും പൊതുവിൽ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ദോഷഫലങ്ങളുണ്ടോ എങ്കിൽ, ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് തോന്നുന്നുണ്ട്, മനസമാധാനക്കുറവോ അല്ലെങ്കിൽ സാമ്പത്തിക കാര്യത്തിലോ ബിസിനസ് കാര്യത്തിലോ സന്താനങ്ങളുടെ കാര്യത്തിലൊക്കെ കുറവുകളുണ്ടെങ്കിൽ പ്രാർത്ഥനകളും ഈശ്വരാധീനവും വർദ്ധിപ്പിക്കുന്നത് മൂലം അതുമെല്ലാം ഒഴിഞ്ഞു മാറി കിട്ടി ഉത്തമമായിട്ടുള്ളൊരു വിഷുവർഷം തന്നെയാണ് അശ്വതി നക്ഷത്രക്കാർക്ക്.